ഹേ ഗായ്സ്, UK മലയാളി ഗോൾ കീപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിസ്റ്റ് ടേപ്പിങ്ങിനെ പറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിംഗർ ടേപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അത് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫിംഗർ ടേപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ടേപ്പ് ഫിംഗറിൽ വെച്ചിട്ട് ചുറ്റി എടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് പലരും റിസ്റ്റ് ടേപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ടേപ്പ് റിസ്റ്റിൽ വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി കിട്ടത്തില്ല. അത് മാത്രമല്ല നിങ്ങളുടെ തമ്പ് അതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് ഒരുവിധം പ്രൊഫഷണൽ ഗോൾ കീപ്പേഴ്സും ടീം ഫിസിയോസും ഒക്കെ ചെയ്യുന്ന ഒരു ടേപ്പിംഗ് രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയെ പറ്റി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, ഇല്ല എങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ UK മലയാളി ഗോൾ കീപ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഉള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ബൂട്ട് വാങ്ങിച്ചു തരുമോ, ഗ്ലൗസ് വാങ്ങിച്ചു തരുമോ. എനിക്കറിയാം ചിലപ്പം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളായിരിക്കാം എന്നാണ്. പക്ഷേ ഒരു ദിവസം തന്നെ ഒരുപാട് റിക്വസ്റ്റുകളാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് നിലവിലത്തെ സിറ്റുവേഷനിൽ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആയിട്ടല്ല ഈ ഒരു ചാനലിനെ കാണുന്നത്. വളർന്നു വരുന്ന കീപ്പേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതെങ്കിലും കാലത്ത് ഈ ചാനൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഷെയർ വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫുട്ബോൾ അക്കാഡമീസുമായിട്ട് ടൈപ്പ് ആയിട്ട് എല്ലാ മാസവും ഓരോ അക്കാഡമീസിന്റെ ഇത്ര പ്ലേയേഴ്സിന് വെച്ച് ഫുട്ബോൾ കിറ്റുകൾ, ഫുട്ബോൾ ബൂട്ടുകൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അതെല്ലാം ഈ ചാനലിന്റെ വളർച്ചയെ ആശ്രയിച്ചിരിക്കും. അതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ വേണം ഈ ചാനൽ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ. ആത്മാർത്ഥമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടികൾക്കെല്ലാം സഹായിക്കണമെന്ന്. പക്ഷെ അതിനും വേണ്ടി റിക്വസ്റ്റുകളാണ് ദിവസവും എനിക്ക് വരുന്നത്. അറ്റ് ദ മൊമെന്റ് ഞാൻ ഹെൽപ്ലെസ് ആണ്. ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ റിസ്റ്റ് ടേപ്പിങ്ങിന്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റിസ്റ്റിന്റെ അനാറ്റമി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ കയ്യിൽ മെയിൻലി രണ്ട് ബോൺസ് ആണുള്ളത്, അൾണയും റേഡിയൽ ബോണും. അപ്പം ഈ അൾണ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ പുറത്ത് ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു ബോണാണ് അൾണ. അതുപോലെ നമ്മുടെ ബോഡിയോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ബോണാണ് റേഡിയൽ ബോൺ. അപ്പം കൈയുടെ ഈ ബോൺസ് വന്ന് നമ്മളുടെ പാമുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസ്റ്റ്, ഈ ബോൺസ്, ഈ രണ്ട് ബോൺസിനെയും നമ്മുടെ പാമുമായിട്ട് ജോയിൻ ചെയ്യുന്നത് കാർപ്പൽ ബോൺസ് വഴിയാണ്. ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 8 കാർപ്പൽ ബോൺസ് ആണുള്ളത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാം. അപ്പൊ ഈ കാർപ്പൽ ബോൺസ് നമ്മളുടെ ഈ രണ്ട് എല്ലുകളെയും നമ്മുടെ പാമുമായിട്ട് ജോയിൻ ചെയ്യുന്നത് പല ലിഗമെന്റ്സുകൾ ചേർന്നിട്ടാണ്. അപ്പം ഈ ഒരു റിസ്റ്റ് ഭാഗത്ത് ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മസിൽ ടിഷ്യൂസ് ഉണ്ട്, ഇത് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് നമ്മുടെ റിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സ്റ്റേബിൾ പൊസിഷനിലാണ് നിലവിലിരിക്കുന്നത്. എന്നാൽ ഒരു സ്ട്രോങ് ഫോഴ്സ്, അതായത് അതൊരു വീഴ്ചയാവാം, അല്ലെങ്കിൽ അതൊരു ഷോട്ട് ആവാം, നമ്മൾ ഗോൾ കീപ്പേഴ്സ് സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു ഷോട്ട് ആവാം. ഈ നമ്മളുടെ റിസ്റ്റിന്റെ ഈ ഒരു സ്റ്റെബിലിറ്റി പോകുമ്പോഴാണ് നമ്മൾക്ക് ഫ്രാക്ചറുകൾ ഉണ്ടാകുന്നത്. അതായത് മെയിൻലി നമുക്ക് നമ്മളുടെ ഈ അൾണ അല്ലെങ്കിൽ റേഡിയൽ ബോൺസിന്റെ ഫ്രാക്ചർ ആവാം, ചിലപ്പോൾ നമുക്ക് ഈ കാർപ്പൽ ബോൺസിന്റെ ഫ്രാക്ചർ ആവാം, അതുമല്ല ചിലപ്പോൾ നമ്മുടെ ലിഗമെന്റ്സിന് ടയർ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഇഞ്ചുറീസ് ആണ് നമ്മളുടെ റിസ്റ്റിന് വരുന്നത്. അപ്പം വൺസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിസ്റ്റ് ടേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു ഡൈവ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഷോട്ട് ഫേസ് ചെയ്യുന്ന സമയത്തോ നമ്മളുടെ ഈ ഒരു സ്റ്റെബിലിറ്റി, ആ റിസ്റ്റിന്റെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ അത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് റിസ്റ്റ് ടേപ്പ് ചെയ്ത് തന്നെ കളിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് എനിക്ക് റിസ്റ്റ് അനാറ്റമിയെ പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റിസ്റ്റ് ടേപ്പ് ചെയ്യുമ്പോൾ മെയിൻലി 4 ഏരിയാസ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ദാണ്ട ഈ ഒരു ഭാഗം, പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ ഒരു ജോയിൻ ഉണ്ട്, ഈ ഒരു ജോയിന്, പിന്നെ നമ്മുടെ കൈയുടെ ബാക്കിലത്തെ ഈ ഒരു ഭാഗം, ഇപ്പം 1, 2, 3 ഭാഗമായി, പിന്നെ നമ്മളുടെ തമ്പിൻ്റെ ഈ ഒരു ജോയിൻറ്റ്. ഇത്രയും ഈ 4 ഏരിയാസ് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് റിസ്റ്റ് ടേപ്പ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ടേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ നക്കിൾ, ഈ 4 ജോയിൻറ്റ്സ്, ഇതിന് CP ജോയിൻറ്റ്സ് എന്ന് പറയും, ഈ 4 ജോയിൻറ്റ്സിനെ വിട്ടിട്ട് വേണം നമ്മൾ ടേപ്പ് ചെയ്യാൻ. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റിന്, ഫിംഗർ ബെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു മൂവ്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ 4 ജോയിൻറ്റ്സ് വിട്ടിട്ട് വേണം നിങ്ങൾ ടേപ്പ് ചെയ്യാൻ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു 2 സ്ട്രിപ്പ്, ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ 2 സ്ട്രിപ്പ് ഞാൻ മാറ്റി വെച്ചു. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു സ്ട്രിപ്പ്, ഈ 2 സ്ട്രിപ്പ് അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം അതെന്തിനാണെന്ന്. അപ്പോൾ നിങ്ങൾ ടേപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റിസ്റ്റിൻ്റെ ഈ മേൾ ഭാഗത്താണ്. അവിടെ ഞാൻ ഈ തമ്പിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ, അതായത് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ ടേപ്പ് വെച്ചു. എന്നിട്ട് ഞാൻ ക്രോസ് ആയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഞാൻ
ഇവിടെ വന്നിട്ട് ഇവിടെയും ക്രോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്കിതാ ഇവിടെ ഒരു എക്സ് ഇവിടെ കിട്ടും കണ്ടോ. അപ്പോൾ എനിക്കപ്പോൾ ഇവിടെ ഒരു എക്സ് ഇവിടെ കിട്ടും കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തമ്പിൻ്റെ പുറത്തുകൂടല്ല, ഇതിൻ്റെ അടിയിൽ കൂടെ വേണം എപ്പോഴും ചുറ്റാനായിട്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു തമ്പിൻ്റെ ആ ഒരു ജോയിൻറ്റും കൂടെ പ്രൊട്ടക്റ്റ് ആവും. അപ്പം ഞാൻ അത് ഒരു റൗണ്ട് എടുത്തു. ഒരു റൗണ്ട് എടുക്കുമ്പോഴത്തേക്കും ആ തമ്പ് പ്രൊട്ടക്റ്റായി. ഇത് ഞാൻ നേരെ കൈയുടെ ബാക്കിൽ കൂടെ എടുത്തിട്ട് ഉണ്ടോ, കൈയുടെ ബാക്കിൽ കൂടെ എടുത്തിട്ട് ഈ ജോയിൻറ്റിനെ വിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കൈയുടെ ബാക്കിൽ കൂടെ എടുത്തിട്ട് അഥവാ ഇത് മുകളിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ബെൻഡ് ഇതുപോലെ കൊടുക്കാം. എടുത്തിട്ട് അടി കൂടെ എടുക്കണം. അടി കൂടെ എടുത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഇനി ഒരു റൗണ്ടും കൂടെ ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ 2 സ്ട്രിപ്പ് എന്തിനാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ തമ്പിൻ്റെ ഈ ജോയിൻസ് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രിപ്പ് അവിടെ കൊടുത്തു. വീണ്ടും ഞാൻ അതിനകത്ത് ഇതിനെ തമ്പർ എന്നാണ് കേട്ടോ ഈ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ട്രിപ്പ് ഞാൻ എഴുതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തമ്പിൻ്റെ ഈ ഒരു ജോയിൻറ്റ് പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ സാധനം ഒരു തവണയും കൂടെ ചുറ്റും. അത് നേരത്തെ പോലെ തന്നെയാണ്. ആദ്യം നമ്മളുടെ റിസ്റ്റിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്പിൻ്റെ അടിയിൽ കൂടെയാണ് എടുക്കുന്നത്. എടുത്തിട്ട് വഴി പോയിട്ട് ഇവിടുത്തെ ഈ ഒരു CP ജോയിൻറ്റിനെ വിട്ടിട്ട് ചുറ്റി ഇവിടെ കൊണ്ടുവരുന്നു. ഇനി ചെയ്യേണ്ടത് ഞാൻ ഇവിടെ 2-3 സ്ട്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തേക്കും നമ്മളുടെ പ്രോപ്പറായിട്ട് റിസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ടേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ടേപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നക്കിൾ ഭാഗം വിട്ടിട്ട് വേണം ടേപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ തമ്പ് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും വേണം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ ഗോൾ കീപ്പേഴ്സ് റിസ്റ്റ് ടേപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസ്റ്റും പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്, നിങ്ങളുടെ തമ്പും പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി കളിക്കുമ്പോൾ ഇങ്ങനെ വേണം ടേപ്പ് ചെയ്തിട്ട് കളിക്കാൻ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്ത് കളിക്കുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ഉറപ്പാക്കുക. ഫിംഗർ ടേപ്പിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിസ്റ്റ് ടേപ്പിംഗ്. റിസ്റ്റിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഫിംഗർ പോലെയല്ല, കുറച്ച് വലിയ ഇഞ്ചുറീസ് ആയിരിക്കും വരുന്നത്. അതായത് കൈയുടെ എല്ലിനുള്ള ഫ്രാക്ചർ, പിന്നെ ജോയിൻസിനുള്ള ഫ്രാക്ചർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഇഞ്ചുറീസ് ആയിരിക്കും റിസ്റ്റിന് വരുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്ത് തന്നെ കളിക്കണം. അപ്പം ഞാൻ ഈ ചെയ്തത് പോലെ ആയിരിക്കണം നിങ്ങൾ റിസ്റ്റ് ടേപ്പിംഗ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ എടുത്ത് ചുറ്റുകയല്ല വേണ്ടത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി വേണം നിങ്ങൾ ഫിംഗർ ടേപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.